ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് പാർട്ട്നേഴ്സ് ഓൺലി ഇൻ ക്രൈം. ഹൈസ്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡയറക്ടർ നവീൻ ചോൺ, റൈറ്റേഴ്സ് നവീൻ ചോൺ, പ്രശാന്ത് ഖേവി ആൻഡ് ഹരിപ്രസാദ്, പ്രൊഡ്യൂസർ ദിനേശ് കൊല്ലപ്പള്ളി. അദ്ദേഹം ഈ സിനിമയിലെ സുപ്രധാനമായ റോളിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. DOP ഫൈസൽ അലി. മൊബൈൽ ക്യാമിലാണ് ഷൂട്ട് ചെയ്തതെന്ന് സംശയമുണ്ട്. അതുപോലെ ഇതിൻ്റെ എഡിറ്റർ സുനിൽ എസ് പിള്ളൈ. മ്യൂസിക് പ്രകാശ് അലക്സ്. പെട്ടിക്കട നാടക സെറ്റപ്പിൽ ഈ സിനിമയുടെ ആർട്ട് ചെയ്തിരിക്കുന്നത് സുരേഷ് കൊല്ലം. കോസ്റ്റ്യൂംസ് സുജിത് മട്ടന്നൂർ ഭേഷായിട്ടുണ്ട്. കൂടാതെ മേക്കപ്പ് സജി കൊരട്ടി. ധ്യാനിന് കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടെ ഇട്ട് കൊടുക്കുമായിരുന്നു. സിനിമയുടെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് 1989 കാസർഗോഡ്. അന്ധകാലം കാണിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആളും മനുഷ്യനില്ലാത്തൊരു കുന്നുപുറത്ത് പോകുക, 2 വിൻറ്റേജ് പാട്ടക്കാർ എടുത്തിടുക. അതോടെ 1989 സെറ്റപ്പായി. അവിടെ നമ്മുടെ ഹരീഷ് പെരഡിയെ കൊല്ലാൻ വേണ്ടി കുറച്ച് ഗുണ്ടകൾ വരികയാണ്. ഗുണ്ടകളെ കണ്ടപ്പോൾ തന്നെ ഈ സിനിമയുടെ നിലവാരം ഏകദേശം മനസ്സിലായി. ഗുണ്ടകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെടിവെക്കുക, ഏതോ വെടിവെപ്പ്. ഇങ്ങനെ ഗുണ്ടകൾ വെടിവെക്കുന്നു. ഉണ്ട ഇങ്ങനെ ഭയങ്കര ഗ്രാഫിക്സാണ്. ഉണ്ട ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നു. ഹരീഷ് പെരടി പടമാകുന്നു. ഈ ഒരു സീൻ കണ്ടതോടുകൂടി തന്നെ തൃപ്തിയായി. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം സെറ്റപ്പിലുള്ള ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും 2005 കാണിക്കുന്നത്. നമ്മുടെ ഷാജോൻ ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഈ പടത്തിൽ വർക്ക് നടക്കൂല. അങ്ങനെയാണ് പടത്തിൻ്റെ ഒരു നിലവാരം. ഷാജോൻ കുറിയൊക്കെ തൊട്ട് ഭസ്മൊക്കെ തൊട്ട് ഇൻകം ടാക്സ് ഓഫീസറാണ് ഷാജോൻ. അവിടെ നമ്മുടെ അലക്സാണ്ടർ പ്രശാന്തൊക്കെ ഉണ്ട്. അലക്സാണ്ടർ പ്രശാന്ത് നല്ല നടനാണ്. പുള്ളിയുടെ റോള് പിന്നെ പുള്ളി അതുപോലെ ചെയ്തു. അങ്ങനെ കാസർഗോഡ് ബേഡകത്ത് ഒരു റൂറൽ ബാങ്ക്, ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് ആരംഭിക്കുകയാണ്. അവിടേക്ക് കുറേ ആളുകളെ ഇൻ്റർവ്യൂ ഒക്കെ കാണണം. ഒന്നൊന്നര ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ വഴി അവിടെ എത്തുന്നു. അവിടെയാണ് നമ്മുടെ കഥാനായകൻ നെപ്പോ സ്റ്റാർ ധ്യാൻ്റെ എൻട്രി. ധ്യാൻ്റെ ലുക്ക് കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി ധ്യാൻ. പുള്ളി എവിടെ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നങ്ങ് അഭിനയിച്ചു തോന്നുന്നു. ലൈക്ക് ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. പുള്ളി തീരെ വയ്യ, അത് പോട്ട് പുള്ളി ഇങ്ങനെ വളരെ ലേസി ആയിട്ട് പുള്ളി എന്താണ് അത് തന്നെ ഒരു ക്യാരക്ടർ. ഇങ്ങനെ ഉണ്ണി ബാങ്കിലെ ഒരു ജീവനക്കാരൻ. പിന്നെ സഞ്ജു ശിവറാം മാനേജറാണ് മറ്റേ കഥാപാത്രം. പുള്ളി അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മാനേജറൊക്കെ പറഞ്ഞിട്ട്. ഇത് മൊത്തം നടക്കുന്നത് ഈ പെട്ടിക്കടയിലാണേ. ബാങ്ക് എന്നാണ് പേര്, പക്ഷേ ഇതൊരു പെട്ടിക്കട. അങ്ങനെയാണ് ആർട്ടൊക്കെ ഇട്ട് ചെയ്തേക്കുന്നത്. അവിടെ കുറേ ആൾക്കാരാണ്. ദിനേശ് കൊല്ലപ്പള്ളി പ്രൊഡ്യൂസർ എന്നെ അഭിനയിച്ചത് പ്യൂണായിട്ട്. ആ വാടാ ചായ പഴംപൊരി എന്ന് പറയുന്നു. ദേവകി രാജേന്ദ്രൻ മറ്റൊരു ഈ ടീമിൽപ്പെട്ട ബാങ്ക് ടീമിൽപ്പെട്ട ആൾ. അനീഷ് ഗോപാലിനെ അറിയാലോ, കൂതറയിൽ മറ്റേ കിസ് ചെയ്യുന്ന പുള്ളി ഡിസൈനറാണ്. ശരിക്കും ഡിസൈനറാണ്, അറിയാലോ. ഇതാണ് ടീം. ഇവരെ വെച്ചുള്ള ഈ പെട്ടിക്കടയും അവിടെ ചുറ്റുപ്രദേശങ്ങളും അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നോ, ഇത് കാസർഗോഡ് ബോർഡർ എങ്ങനെ കണ്ടാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്. പിന്നെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പറഞ്ഞ് കഷ്ടപ്പെടുത്തി അഭിനയിച്ചേക്കും. അവനെ മേക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ. മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കലി മാത്രമല്ല, ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകൾക്ക് സിനിമയെ തോന്നാൻ പാടില്ലല്ലോ. ഇതിങ്ങനെ ക്യാമറ വെച്ച് ഷോട്ട് വെച്ച് ആളുകൾ ഇതിനകത്ത് കയറി ഇങ്ങനെ അഭിനയിക്കുക. ഇത് കണ്ട് പക്ഷേ മലങ്കൾട്ടായിട്ട് കാണാം കേട്ടോ. ഒരു സിനിമ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ BTS എല്ലാം കാണൂലേ, അതുപോലെ കാണാം. ശരിക്കും അങ്ങനെ കാണാൻ പറ്റിയ ഒരു സാധനമാണ് പാർട്ട്നേഴ്സ് ഓൺലി ഇൻ ക്രൈം. ഇത്രയും കൂറ ടൈറ്റിൽ ഡിസൈനിങ്ങും അതിൻ്റെ ഗ്രാഫിക്സും എൻ്റെ പൊന്നോ, കൈൻമാസ്റ്റർ പിള്ളേർ ഇതിൽ എത്ര സെറ്റിൽ ചെയ്യും. എന്താ ഒരു തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ. അതാണ് അതിൻ്റെ ടൈറ്റിൽ. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസൊക്കെ വളരെ ശോകമാണ്. അങ്ങനെ പോകുന്ന സിനിമ. പിന്നെ ഈ പറഞ്ഞ പെട്ടിക്കട സെറ്റപ്പിനകത്ത് ലോക്കറൊക്കെ കാണിക്കണം. എൻ്റെ പൊന്നോ, ബാങ്ക് ലോക്കറൊക്കെ കാണണം. ഈ സ്കൂൾ നാടകത്തിൽ ജയിൽ ഉണ്ടാവില്ലേ, ജയിലിൻ്റെ ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് ജയിൽ ഉണ്ടാക്കൂലേ, അതുപോലെയാണ് ലോക്കറിൻ്റെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ലോക്കർ കാണാൻ നാട്ടുകാരായ കുട്ടികൾ ഒക്കെ വരുന്നുണ്ട്. ലോക്കറൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇതാ ലോക്കർ. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഈ സിനിമ. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പരിപ്പ് വട ബ്രില്യൻസും കുറേ എന്തൊക്കെയോ സെൻറ്റി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ നായിക വരുന്നു, നായകനെ കാണിക്കുന്നു, സോങ് ഇടുന്നു, അൻ്റെയും കൂടി ബാങ്കല്ലേ നായകനെ കാണിച്ച് പിന്നെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ പിന്നെ എന്തൊക്കെയോ ഇവരെ പിന്നെ സസ്പെൻസൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട്. പക്ഷേ മലങ്കൾട്ട് ഈ ഒരു സിനിമയ്ക്ക് പറ്റിയ അടിപൊളി ഒരു മലങ്കൾട്ട് കോമഡി പീസ് വില്ലൻ മധുസൂദൻ റാവോ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലാല്, താടി ലാല്, അതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു കട്ട്, വിനീത് തട്ടിൽ, ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തൊരു രൂപമാണ്. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, വെറും കോമഡി പീസ്. ബട്ട് ക്രിഞ്ച് നായികയെ അവതരിപ്പിച്ചിരിക്കുന്നത് സത്ന ടൈറ്റസ് ആണ്. അതുപോലെ തന്നെ നീരജ ദാസാണ് സഞ്ജുവിൻ്റെ ഭാര്യ, ഒരു ദരിദ്രവാസി ആയിട്ടുള്ള, അതുപോലെ തന്നെ കുട്ടിയേക്കുള്ള ഒരു നായിക. പിന്നെ റോണി ഡേവിഡ് രാജ് വലിയ ഒരാളാണ്, എന്തോ വലിയ മാനേജർ എങ്ങാനാണ്. പിന്നെ ശ്രീകാന്ത് മുരളി ഒരു പോലീസുകാരനായിട്ട്, പുള്ളി ഇങ്ങനെ തന്നെ അലമ്പായിരുന്നു. അത്രയൊക്കെയാണ് ഇതുള്ള ആളുകൾ. ആസ് എ ഹോൾ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിൻ്റെ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ സ്വർണത്തിൽ നിന്നും പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം. അതാണ് ഈ സിനിമയുടെ ഒരു കണ്ടുപിടുത്തം, മഹത്തായ കണ്ടുപിടുത്തം. പണ്ട് രാമർ പച്ചിലിൽ നിന്നും പെട്രോൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സെറ്റപ്പാണ്. ലാസ്റ്റ് ചൈന ബീച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മണലൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ബിയർ ബോട്ടിലൊക്കെ മിക്കവാറും കാസർഗോഡ് ബീച്ചോ മുഴുപ്പിലങ്ങാട് ബീച്ചോ കൊണ്ടായിരിക്കും. സോ ധ്യാൻ ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ഹിസ് ബംപ്ലാസ്റ്റിക് ജേർണി. ബൂം.